Okay. I hope my screen is visible. ഒരു മോക്ക് ടെസ്റ്റ് നോക്കുന്നു. ഓക്കെ, നമ്മുടെ നാറ്റ ടെസ്റ്റ് പാറ്റേൺ വെച്ചിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആൻസർ ചെയ്ത് പോവാം. If you guys get the answer, just unmute your mic and say the answer. Okay. Okay. First question. A large window that stretches from floor to ceiling, often found in modern architecture, is called what? Sorry, എന്താ? No. A എന്താ? Clerestory window. Clerestory window എങ്ങനത്തതാ? Floor to ceiling എന്ന് പറഞ്ഞിട്ടുണ്ട്. Clerestory window നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഐ ലെവലിലും മുകളിലത്തെ ലെവലിലായിരിക്കും ക്ലെറിസ്റ്ററി വിൻഡോസ് ഉണ്ടാകുക അല്ലേ? ക്ലെറിസ്റ്ററി വിൻഡോസ് ഇതാ ഇങ്ങനെയാണ്. നമ്മുടെ ഐ ലെവലിലും മുകളിലുള്ള വിൻഡോസിനെയാണ് ക്ലെറിസ്റ്ററി വിൻഡോസ് എന്ന് പറയുക. ഇമേജ് കാണുന്നില്ലേ? അതിനാണ് ക്ലെറിസ്റ്ററി വിൻഡോ പറയുന്നത്. ക്ലെറിസ്റ്ററി വിൻഡോസ് അല്ല, വേറെ ഏതാ? വാട്ട് ആർ കേസ്മെന്റ് വിൻഡോസ്? കേസ്മെന്റ് വിൻഡോസ് ആർ പെർട്ടിക്കുലർലി ഒന്നില്ല, നമ്മളെ സാധാ വിൻഡോസിനെയാണ് കേസ്മെന്റ് വിൻഡോസ് എന്ന് പറയുക. ഓക്കെ, സാധാ വിൻഡോനെയാണ് കേസ്മെന്റ് വിൻഡോ എന്ന് പറയുക. അപ്പൊ അതും ഫ്ലോർ ടു സീലിംഗ് പോണതല്ല, അപ്പൊ അതുമല്ല. ഫ്ലോർ ടു സീലിംഗ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്ക്, ഇതാണ് നമ്മളുടെ ഗ്രൗണ്ട് ലെവൽ, ഇതാണ് നമ്മളുടെ സീലിംഗ് ലെവൽ, RC സ്ലാബ് ഇട്ടിട്ടുള്ള സീലിംഗ് ലെവൽ. അപ്പൊ ഇത്രയും ഭാഗത്ത് വരണ സീലിംഗ് വിൻഡോനെയാണ് ചോദിക്കുന്നത് എന്താണ്. അപ്പൊ ദി ആൻസർ ഇസ് പിക്ചർ വിൻഡോ. അപ്പൊ ഇതിൽ കൂടെ നമുക്കൊരു സീനറി തന്നെ കാണാൻ പറ്റുമല്ലോ. പുറത്തുള്ള വ്യൂ ഒബ്സ്ട്രക്റ്റ് ആവാണ്ട് നമുക്ക് ഫുൾ ലെങ്ത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഇതിന് പിക്ചർ വിൻഡോ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. പിക്ചർ കാണിച്ചു തരുമോ? പലേഡിന്റെ പിക്ചർ വിൻഡോ. Palladian is a style of architecture. അതിൽ വരുന്ന വിൻഡോസിനാണ് പലേഡിയൻ വിൻഡോസ് എന്ന് പറയുന്നത്. ഇതാണ് പലേഡിയൻ വിൻഡോ. പലേഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഉണ്ട്. ഇറ്റ്സ് ആൻ ഏൻഷ്യന്റ് ഫോം ഓഫ് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. അതിൽ വരുന്ന ഈ ടൈപ്പ് വിൻഡോസിനാണ് പലേഡിയൻ വിൻഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ദാറ്റ്സ് ഹൗ ദിസ് നെയിം പിക്ചർ വിൻഡോ കംസ്. അങ്ങനെ നമുക്കൊരു ഫുൾ സീനറി തന്നെ ഒബ്സ്ട്രക്ഷൻ ഇല്ലാണ്ട് കാണാൻ പറ്റും. ഓക്കെ, സോ പിക്ചർ വിൻഡോ ഇസ് ദി ആൻസർ. Okay, next question. The triangular upper part of a building which lies between the sloping roof is known as? Gable? Yes, gable is the answer. ഈ ഒരു പോർഷൻ നമ്മളുടെ റൂഫിങ്ങിൽ വരുന്ന ഈ ട്രയാങ്കുലർ പോർഷനെയാണ് ഗേബിൾ എന്ന് പറയുക. ഓക്കെ, ഇനി ഇതില് ഡോമർ എന്താ? വാട്ട് ഈസ് എ ഡോമർ? അതിന്റെ മീതെ വരുന്ന ഒരു വിൻഡോ ടൈപ്പ് ഡോർമർ വിൻഡോ. യെസ്, ഈ വിൻഡോസിനാണ് ഡോമർ വിൻഡോസ് എന്ന് പറയുക. ഓൾറെഡി ലുക്ക്ഡ് അറ്റ് ദിസ്, റൈറ്റ്? ഇങ്ങനത്തെ ഇതിനാണ് ഡോമർ വിൻഡോസ് എന്ന് പറയുക. പിന്നെ ബാലസ്ട്രേഡ് എന്താണ്? റെയിലിംഗിൽ വരുന്ന ഈ കോമ്പണന്റിനെയാണ് ബാലസ്ട്രേഡ് എന്ന് പറയുന്നത്. ഈ കമ്പണൻസ്, ഈ വെർട്ടിക്കൽ കമ്പണൻസിനാണ് ബാലസ്ട്രേഡ് എന്ന് പറയുന്നത്. പിന്നെ കോർണിഷ് മുകളില് സീലിംഗിൽ വരുന്ന ഈ ഒരു വർക്കിനെയാണ് കോർണിഷ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What type of bridge relies on compression and is made from stones or bricks?
ഇത് റൈറ്റ് ആൻസർ. ആപ്റ്റ് ആയിട്ട് ഏത് തോന്നുന്നത്? Made from stones or bricks. കിട്ടിയില്ല? ഓക്കെ, വാട്ട് ആർ കാന്റിലിവർ ബ്രിഡ്ജസ്? കാന്റിലിവർ ബ്രിഡ്ജസ് എങ്ങനെയുള്ളത്? ഇതാണ് കാന്റിലിവർ ബ്രിഡ്ജ്. ഓക്കെ, ഇത് സ്റ്റോണും ബ്രിക്കും വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. ദേ ആർ solely through cables or any other technical sort of thing വെച്ചിട്ടാണ് കാന്റിലിവർ ബ്രിഡ്ജസ് ഉണ്ടാക്കുന്നത്. ആൻഡ് സസ്പെൻഷൻ ബ്രിഡ്ജ് നമ്മുടെ ഒരു ഓപ്ഷനാണ്. അത് ഈ സസ്പെൻഷൻ കേബിൾസ് വെച്ചിട്ടാണ് സസ്പെൻഷൻ ബ്രിഡ്ജസ് ഉണ്ടാക്കുന്നത്. ബീം ബ്രിഡ്ജ് ഒരു ബീമുമ്മലാണ് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നത് ഇങ്ങനെ. പിന്നെ നമുക്കുള്ളതാണ് ആർച്ച് ബ്രിഡ്ജസ്. ആർച്ച് ബ്രിഡ്ജസ് ആണ് ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് കംപ്ലീറ്റ്ലി കംപ്രഷനിലാണ്. സിൻസ് സ്റ്റോണും ബ്രിക്കാണ് അതിൽ യൂസ് ചെയ്യണ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ സ്റ്റോണും ബ്രിക്കും ഒക്കെ യൂസ് ചെയ്തിട്ട് ബീം അങ്ങനെയല്ലേ വരുന്നോ? ആ ബീം ബ്രിഡ്ജിലും സ്റ്റോണും ബ്രിക്കും ഒക്കെ തന്നെ. ബീം ബ്രിഡ്ജില് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാവും. ബീം അല്ലേ, അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാവും. സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്സ് ഉണ്ടാവും എന്തായാലും. പക്ഷെ ആർച്ച് ബ്രിഡ്ജസ് ക്യാൻ സ്റ്റേ വിത്തൗട്ട് റീഇൻഫോഴ്സ്മെന്റ്സ്. ആർച്ച് ബ്രിഡ്ജസ് യൂഷ്വലി സ്റ്റോണും ബ്രിക്കും വെച്ച് ചെയ്യണ ആർച്ച് ബ്രിഡ്ജസ് യൂഷ്വലി ഷോർട്ടർ സ്പാൻ കവർ ചെയ്യാനായിരിക്കും യൂസ് ചെയ്യണ്ടാവുക. അധികം സ്പാൻ ഉള്ളതിൽ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോ ആർച്ച് ബ്രിഡ്ജ് ആണ് ആൻസർ. ബാക്കി മൂന്നും നമുക്ക് കാന്റിലിവറും സസ്പെൻഷനും എന്തായാലും അല്ല പറയാം. ബിക്കോസ് അതിൽ അതൊരിക്കലും സ്റ്റോണോ ബ്രിക്സ് വെച്ചിട്ട് ചെയ്യില്ല. സസ്പെൻഷനിൽ കേബിൾസ് മാത്രമായിരിക്കും. കാന്റിലിവറിൽ ട്രസ് അല്ലെങ്കിൽ കേബിൾസ് വെച്ചിട്ടാവും ചെയ്യുന്നുണ്ടാവുക. ബീമിലാണെങ്കിലും RCC വരും. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചു പോയിക്കോട്ടോ. Next question. The material that is heated to a high temperature to create glass is called. ഏത് മെറ്റീരിയൽ വെച്ചിട്ട് ഗ്ലാസ് ഉണ്ടാക്കുന്നത്? കേട്ടില്ല. സാൻഡ്. യെസ്, സാൻഡ്. സാൻഡ് ബ്ലോ ചെയ്തിട്ടാണ് നമ്മൾ ഗ്ലാസ് ഉണ്ടാക്കുന്നത്. സാൻഡിന് ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ബ്ലോ ചെയ്തിട്ടാണ് ഗ്ലാസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സാൻഡ് is the right answer. Next question. Which architectural style is characterized by pointed arches, ribbed walls and flying buttresses? Gothic. Yes, Gothic ആണ്. ഇത് ആണ് ഗോത്തിക് ആർക്കിടെക്ചറിന്റെ മെയിൻ ഡിസൈൻ എലമെന്റ്സ് ആണ് ഇതൊക്കെ. പോയിന്റഡ് ആർച്ചസ് ഒക്കെ വെരി സബ്ജക്റ്റീവ് ടു ഗോത്തിക് ആർക്കിടെക്ചർ. Okay. Next, an open space surrounded by buildings or walls within a large building or group of buildings is called. Atrium ആണോ? Courtyard? Yes, courtyard ആണ് ആൻസർ. ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Atrium is a closed space അല്ലെ. സെൻട്രൽ ബിഗ് സ്പേസ് ആണ്, പക്ഷെ ക്ലോസ്ഡ് ആയിരിക്കും. Courtyard ആണ് ആൻസർ. What is an alcove? Alcove is a recessed opening in a wall. ഒരു ആർച്ച് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു റിസെസ്ഡ് ഓപ്പണിംഗ് ആയിരിക്കും അത്. ഒരു നിഷൊക്കെ പോലെ. ഇങ്ങനത്തെ ഒരു നിഷ് ആയിരിക്കും. വാളിലുള്ളൊരു നിഷിനെയാണ് ആൽക്കോവ് എന്ന് പറയുന്നത്. കണ്ടില്ല, ഇങ്ങനത്തെ ഒരു സ്പേസ്. ഓക്കെ,
It's the process by which a structure is designed to safely support its own weight and the load it will carry is called. സെൽഫ് വെയിറ്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സിന് പറയണത് എന്താണ്? ലോഡ് ബാലൻസ്. No. Structural integrity. Yes. Structural integrity ആണ്. What is ergonomics? എന്തിന്റെ സ്റ്റഡിക്കാണ് ergonomics എന്ന് പറയുന്നത്? നമ്മൾ ഈ ഫേർണിച്ചർ മേക്കിങ്ങിലൊക്കെയാണ് മെയിൻ ആയിട്ട് ergonomics യൂസ് ചെയ്യുക. അതായത് ഹ്യൂമൻ സ്കെയിലിന്റെ ഒരു സ്റ്റഡി, അതിനാണ് ergonomics എന്ന് പറയുക. നമ്മൾ ഹ്യൂമൻ സ്റ്റാൻഡേർഡ് സൈസസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഫേർണിച്ചർ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഫേർണിച്ചർ നമ്മൾ ആർക്കിടെക്ചറിലായാലും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒക്കെ ചെയ്യുന്നത് ഒരു ഹ്യൂമൻ ergonomics അനുസരിച്ചിട്ടാണ്. അങ്ങനെ ഹ്യൂമൻ കംഫർട്ടിന് വാല്യൂ ചെയ്യണ ഒരു സ്റ്റഡിക്കാണ് ergonomics എന്ന് പറയുന്നത്. എസ്റ്റിമേഷൻ ഇസ് ദി ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? ergonomics ആണ്. അല്ല, ഈ ക്വസ്റ്റ്യനിൽ പറയണത് എന്താ, ഈ വെയിറ്റ് സപ്പോർട്ട് ഒരു സ്ട്രക്ചറിന്റെ സെൽഫ് വെയിറ്റും അത് ക്യാരി ചെയ്യുന്ന ലോഡും സേഫ്ലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്. That is a structure that has to support its own weight plus the load that it has to carry. ഏതൊരു സ്ട്രക്ചറിനാണെങ്കിലും അതിന്റെ സെൽഫ് വെയിറ്റും താങ്ങണം, അതിന്റെ മുകളിൽ ഉണ്ടാവുന്ന ലോഡും താങ്ങണം. രണ്ട് ടൈപ്പ് ഓഫ് ലോഡ് ഉണ്ടാവും, പെർമനന്റ് ലോഡ് ആൻഡ് ടെമ്പററി ലോഡ്. ഇപ്പൊ പെർമനന്റ് ലോഡ് എന്ന് പറയുന്നതിൽ വരുന്നതാണ് ഈ സെൽഫ് വെയിറ്റ് ഒക്കെ. സെൽഫ് വെയിറ്റ് ഇസ് ആ സ്ട്രക്ചർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെയാണ് ഈ സെൽഫ് വെയിറ്റിൽ വരിക. ടെമ്പററി ലോഡ് എന്ന് പറയുന്നതാണ് അതിൽ യൂസ് ചെയ്യുന്ന ഫേർണിച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൽ നിൽക്കുന്ന ആൾക്കാര്, അങ്ങനത്തെ ലോഡിനെയാണ് ടെമ്പററി ലോഡ് എന്ന് പറയുക. ഈ രണ്ട് ടൈപ്പ് ഓഫ് ലോഡും ക്യാരി ചെയ്യാൻ പറ്റണം ഏതൊരു സ്ട്രക്ചറിനായാലും. അത് ചെയ്യാൻ പറ്റാത്ത കേസസിലാണ് ആ സ്ട്രക്ചർ ഒരു ഫെയിലിയർ ആണെന്ന് നമ്മൾ പറയുന്നത്. ദാറ്റ് സ്ട്രക്ചർ ഇസ് ഫെയിൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ദിസ് സ്ട്രക്ചറൽ സപ്പോർട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ആ പ്രോസസ്സിന് എന്താണ് പറയണെന്നാണ്. അതിന് പറയുന്നതാണ് സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി. ആ ഒരു സ്ട്രക്ചറിന് സെൽഫായിട്ട് ഉണ്ടാവേണ്ട, സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവേണ്ട ആ ഒരു സ്ട്രെങ്തിനെയാണ് സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ലോഡ് ബാലൻസിങ് എന്തായാലും ലോഡ് ബാലൻസിങ് എന്ന് പറഞ്ഞാല് നമ്മള് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്ട് ഉണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്നതാണ് രണ്ട് ഏരിയസിൽ ലോഡ് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മള് തുലാസിന്റെ ഒക്കെ ഒരു കോൺസെപ്റ്റ് ഇല്ലേ, ത്രാസ് തുലാസ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു കോൺസെപ്റ്റ് ഇല്ല. അത് തന്നെ രണ്ട് സൈഡിലും ലോഡ് ബാലൻസ് ആയി വരിക എന്നുള്ളത്. ഈക്വൽ ലോഡ് ഓൺ ഈതർ സൈഡ് ഓഫ് എനിത്തിങ്. അതിനാണ് അതിന് നമ്മൾ റോളേഴ്സ്, സ്ലൈഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെക്കാനിസം യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ രണ്ട് സൈഡിലും ലോഡ് ബാലൻസ് ചെയ്യുക. അത് ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു സ്പാനിൽ ഉണ്ടാവുന്ന കാര്യങ്ങളായിരിക്കും. അതായത് ഒരു ബീമിൽ ഒരു കോളം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, രണ്ട് കോളത്തിൽ ഒരു ബീം സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബീമിന്റെ രണ്ട് സൈഡിലും ഈക്വൽ ലോഡ് ആയിരിക്കണം. അതിനെയാണ് ലോഡ് ബാലൻസിംഗ് എന്ന് പറയുക. വേറെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ഇസ് ദി സപ്പോർട്ട് ഓൾ ത്രൂ ഔട്ട് ദി സ്ട്രക്ചർ. ആ ഫുൾ സ്ട്രക്ചർ എങ്ങനെ ആ രണ്ട് ലോഡിനെയും താങ്ങണു എന്നുള്ളതിനാണ് സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. Okay, I hope it's clear. Okay, so we talked about ergonomics. Estimation is plainly the estimate value. Estimation നമ്മൾ ചെയ്യുന്നത് ഒരു approximate during the initial stages of construction ഒരു approximate cost എത്രയാവും ആ ഒരു സ്ട്രക്ചറിന് അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിന്. അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റേജിലും പല ടൈപ്പ് ഓഫ് എസ്റ്റിമേഷൻ ഉണ്ട്. ഓവറോൾ എസ്റ്റിമേഷൻ ഉണ്ട്, ഇന്റീരിയർ എസ്റ്റിമേഷൻ ഉണ്ട്, സാനിറ്ററി എസ്റ്റിമേഷൻ ഉണ്ട്. അങ്ങനെ പല ഫേസസ് ഓഫ് കൺസ്ട്രക്ഷനും
പല എസ്റ്റിമേഷൻസ് ഉണ്ട്, അതിനാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി കോസ്റ്റ് ആൻഡ് സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ദെൻ ലോഡ് ബാലൻസ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Okay, moving on. What is the architectural term for a small tower that projects vertically from the wall of a building? വാളിന്ന് vertically project ചെയ്യുന്ന ഒരു ടവർ, ഇതിന്റെ ആർക്കിടെക്ചറൽ ടേം എന്താ? സി ടെററ്റ് ആണോ? യെസ്, ടെററ്റ് ആണ് ആൻസർ. ടെററ്റ് ഇങ്ങനെയാണ് കാണുന്നത്. അത് ക്വസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാളിന്ന് വെർട്ടിക്കലി ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഡിസൈൻ എലമെന്റിനെയാണ് ടെററ്റ് എന്ന് പറയുന്നത്. ഇതിന് ഇങ്ങനത്തെ എലമെന്റ്സിനാണ് ടെററ്റ്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എൻ ഒബലിസ്ക്? റിസ്ക് ഇസ് സിമിലർ, പക്ഷെ ഒബലിസ്ക് ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ്. വാളിൽ നിന്ന് പ്രൊട്രൂഡ് ചെയ്യണതല്ല, ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെന്താ ഓപ്ഷൻ? സ്പയർ ആയിരുന്നു. സ്പയർ ഇങ്ങനെ സ്പൈറൽ പോലെ ഇങ്ങനെ കുറച്ചുകൂടി റോമൻ കത്തീഡ്രൽസിലൊക്കെ ബ്രിട്ടീഷ് ചേർച്ചസിലൊക്കെ കാണുന്ന ഈ ഒരു എലമെന്റിനെയാണ് സ്പയർ എന്ന് പറയുന്നത്. പിന്നക്കൾ. ഇങ്ങനെ ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ട് ഓരോ ടവറിന്റെ മുകളിൽ നിൽക്കുന്ന ഈ ഒരു എലമെന്റിനെയാണ് പിന്നക്കൾ എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിൽ ഉണ്ടാവുന്ന ഈ എലമെന്റ്സിനെയാണ് പിന്നക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ടെററ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, the intentional space left between two building materials to allow for expansion and contraction is called. എന്താണ്? Answer. Okay, what is a grout? Anybody? ഗ്രൗട്ട് ഏർലിയർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ടൈല് ലേ ചെയ്യുമ്പോൾ ഓരോ ടൈലിന്റെയും ഇടയില് നമ്മൾ കാണുന്ന ഒരു അഡ്ഹസീവിനെയാണ് ഗ്രൗട്ട് എന്ന് വിളിക്കുന്നത്. Do you guys remember? We had spoken about it in previous classes. Okay, fine. The answer is joint. രണ്ട് building materials are subjected to expansion and contraction. അത് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിനായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ any building material is bound to have some sort of expansion or contraction. അതിനുവേണ്ടി രണ്ട് മെറ്റീരിയൽസിന്റെ ഇടയിൽ ലീവ് ചെയ്യുന്ന ആ ഒരു സ്പേസിനെയാണ് ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, next. Seam is actually textile designing term. ഇതിനെയാണ് സീം എന്ന് പറയുന്നത്. നമ്മൾ സീം അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഇടും. ഇറ്റ്സ് എ ടെക്സ്റ്റൈൽ ടേം ആക്ച്വലി. ജോയിന്റ് ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഇടയിൽ ആഡ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും? ആഡ് ചെയ്യണതല്ല, അല്ലല്ല. അതായത് രണ്ട് മെറ്റീരിയൽസിന്റെ ഇടയിൽ നമ്മൾ ഇന്റൻഷനലി കുറച്ച് സ്പേസ് വിടും. എന്തെങ്കിലും രണ്ട് മെറ്റീരിയലിന്റെ ഇടയിൽ നമ്മൾ അങ്ങനെ ഒരു സ്പേസ് വിടും. ഇതിന്റെ കോൺട്രാക്ഷൻ ഗ്യാപ്പ് ഇസ് നോട്ട് എൻ ആർക്കിടെക്ചറൽ ടേം. അത് ഇതില്
ജസ്റ്റ് ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതാണ്, കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളതാണ്. പക്ഷെ ഗ്യാപ്പ് ഇസ് നോട്ട് ദി ആർക്കിടെക്ചറൽ ടേം യൂസ്ഡ് ഫോർ. ജോയിന്റ് എന്നാണ് അതിന് പറയുന്നത്. ഗ്രൗട്ട് എന്ന് പറയുന്നത് ആ അഡ്ഹസീവിനെ പറയണതാണ്. ടൈലിങ്ങിലൊക്കെ യൂസ് ചെയ്യണ ഒരു അഡ്ഹസീവിനെ പറയണതാണ് ഗ്രൗട്ട് എന്ന്. അതും ഈ ഒരു സ്പേസിന്റെ ഇടയിൽ യൂസ് ചെയ്യണ ഒരു സാധനമാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് സ്പേസ്. അപ്പൊ അതും കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇടുന്ന ഓപ്ഷനാണ്. ഓക്കെ. ആൻഡ് സീം എന്ന് പറയുന്നതും ടെക്സ്റ്റൈലിൽ നമ്മൾ എൻഡിലൊക്കെ വിടുന്ന ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ സീം എന്ന് പറയുന്നത്. ഓൾ ദീസ് 4 terms are actually very related. പക്ഷെ the actual term for this intentional space is joint. ഇപ്പൊ നമ്മള് ഒരു വുഡൻ കബേർഡ് എടുത്ത് നോക്കിയാൽ തന്നെ 2 ഡോറിന്റെ ഇടയിലാണെങ്കിലോ 2 ഡ്രോയറിന്റെ ഇടയിലാണെങ്കിലോ ഒക്കെ കുറച്ച് ഒരു 1 or 2 സെന്റിമീറ്റേഴ്സിന്റെ ഗ്യാപ്പ് കാണും. അത് ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു സ്പേസ് ഇന്റൻഷനലി വിട്ടിട്ടുള്ളത്. അത് ക്ലൈമാറ്റിക് കണ്ടീഷൻസും വെതർ കണ്ടീഷൻസും ഒക്കെ മാറുന്നതിനനുസരിച്ചിട്ട് അതിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഉണ്ടാവും. അങ്ങനെ ഗ്യാപ്പ് വിടാത്ത, അങ്ങനത്തെ ഒരു സ്പേസ് വിടാത്ത സാഹചര്യത്തിലാണ് ചിലപ്പോഴൊക്കെ ഈ എക്സ്പീരിയൻസ് നമ്മൾ ഡോറ് അടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ തണുപ്പ് കാലത്തൊക്കെ ഡോർ അടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയണത് കേൾക്കാം. കാരണം ആ ഒരു കട്ടിലയുടെ പിന്നെ ഡോറിന്റെയും ഇടയിൽ ഇങ്ങനത്തെ ഒരു സ്പേസ് വിടാത്ത കാരണമാണ് അങ്ങനെ ഡോർ അടക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം വിന്റർ സീസൺ ആകുമ്പോഴത്തേനും വുഡ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോ ആ സ്പേസ് ഇല്ലാത്ത കാരണം ആ ഡോറും കട്ടിലയും തമ്മിൽ ജാം ആവും. അതുകൊണ്ടാണ് ഈ ഡോർ അടക്കാൻ പറ്റാത്തത്. ഓക്കെ, that is joint. Okay, next question. The mirror image of a clock shows 2:30. What is the actual time shown by the and the 9:30. 9:30. 9:30 ആണ് എല്ലാവർക്കും കിട്ടുന്നത്. പറയുമ്പോ ഇങ്ങനെയാവും. 9:30. Yes, 9:30 is the answer. Yes. Okay. That's simple, right? വരക്കുക, മിറർ ഇമേജ് നോക്കുക. Okay, next find the missing number in the sequence. 4, 16, 36, 64, 100. Then the sequence la പോണത് 144. Yes, അതെങ്ങനെ കിട്ടിയത്? 12 square. Yes, the 2 square, 4 square, 6 square, 8 square, 10 square and 12 square. Okay. Next, how to depict 50 divided by 5 equals 10 in Roman numerals? A. Other. L stands for 50. അല്ലേ? LCDM പഠിച്ചിട്ടില്ലേ? L 50 ആണ്. C എന്താ? 100. D എന്താ? 1000 ആണോ? അറിയില്ല. ഇതാണ് റോമൻ ന്യൂമറൽസ്. I, V, H, L, C, D, M. I is 1, V is 5, H is 10. Just note this down. Okay, ഇതൊക്കെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ പഠിച്ചു. D is 500, not 1000. M ആണ് 1000. Okay. I, V, H, L, C, D, M. I is 1, V is 5, H is 10, L 50, C 100, G 500 and M 1000. അപ്പോ
50 L ആണ് divided by 5. V equals 10. 10 is H. Okay. B എന്താണ്? B ന്റെ ക്വസ്റ്റ്യൻ ഒന്ന് ഫോം ചെയ്ത്. Anybody? Anybody? ഇതെന്താ HHV? 25. Yes, H is 10. So 10, 10 and 5. 25 divided by 5, 5. 10. Okay. Anyway, ആ ടേബിൾ ഒന്ന് പഠിച്ചു വെച്ചോ. സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ you guys surf it online. Okay. Next, choose the correct word opposite to fragile. What's fragile? Fragile the meaning of the fragile? A. Sturdy. Yes, sturdy is the answer. So what's the meaning of fragile? Not strong. Something else. Yeah, something that can easily be broken. അതിനാണ് fragile എന്ന് പറയുക. Something that is not strong, something that can easily be broken. അതിനാണ് fragile എന്ന് പറയുക. അപ്പോൾ sturdy എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ളത്. ഷേക്കി, ബ്രിട്ടിൽ, ഫ്ലിംസി ഇതൊക്കെ ഫ്രജൈലിനെ റിലേറ്റ് ചെയ്യുന്ന വേർഡ്സ് ആണ്. സോ സ്റ്റഡി ഈസ് ദി വേർഡ് ഓപ്പോസിറ്റ് ഫ്രജൈൽ. നെക്സ്റ്റ്, വിച്ച് കളർ ഇസ് കോമൺലി യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ ഹോട്ട് വാട്ടർ സപ്ലൈ ഇൻ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ്? Red. റെഡ്. റെഡ് ആണ് ആൻസർ. കോൾഡ് വാട്ടർ സപ്ലൈക്ക് ബ്ലൂ ആണ്, ഹോട്ട് വാട്ടർ സപ്ലൈക്ക് റെഡ് ആണ്. Okay. Next, a pedestrian path in a park is typically included in what type of a drawing? Site plan, landscape section, city blueprint, or a structural layout? A pedestrian path. ഏത് type of drawing ലാണ് ഉണ്ടാവുക? Pedestrian path is a very small element in an urban scale. ഒരു urban scale ഒരു ചെറിയ എലമെന്റ് ആണ് ഈ pedestrian path എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറൽ ലേഔട്ടിൽ കാണുമോ pedestrian path? No. No, because it's not part of a structure. Pedestrian path is not a part of structure. അപ്പോൾ സ്ട്രക്ചറൽ ലേഔട്ടിൽ കാണില്ല. ഒരു സിറ്റി ബ്ലൂ പ്രിന്റിൽ അത് കാണും. സിറ്റി ബ്ലൂ പ്രിന്റ് എന്ന് പറയുമ്പോൾ ഒരു സിറ്റിയുടെ ഒരു ബ്ലൂ പ്രിന്റ്, ഒരു വലിയ സ്കെയിലുള്ള, ഒരു വലിയ urban സ്കെയിലുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ്. അതിൽ നമ്മളൊരു കുഞ്ഞി പാർക്കിലെ ഒരു കുഞ്ഞി പെഡസ്ട്രിയൻ പാത്ത് കാണിക്കില്ല. മേ ബി ആ പാർക്കിനെ നമ്മൾ ഡെപിക്ട് ചെയ്യും, പക്ഷെ അതില് ആ പാർക്കിന്റെ അകത്തെ ഡീറ്റെയിലിംഗ് ആണ് ഈ പെഡസ്ട്രിയൻ പാത്ത് കാണുന്നത്. അത് നമ്മള് ഒരു സിറ്റി ബ്ലൂ പ്രിന്റിൽ കാണിക്കില്ല. Now what is the landscape section? ഒരു ടെറൈൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രൗണ്ട് ലെവലിന്റെ ഒരു സെക്ഷൻ ആണ് ലാൻഡ്സ്കേപ്പ് സെക്ഷൻ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ലാൻഡ്സ്കേപ്പും ആ ടെറൈൻ എങ്ങനത്തതാണ്, ഹില്ലി ആണോ ഫ്ലാറ്റ് ആണോ അങ്ങനത്തെ ഒക്കെ കാണിക്കുന്ന ഒരു സെക്ഷൻ ആണ്. അതിലും കാണിക്കില്ല. സോ ഇറ്റ് കംസ് അണ്ടർ എ സൈറ്റ് പ്ലാൻ. സൈറ്റ് പ്ലാൻ ആണ് ആൻസർ. ഈ പാർക്കിന്റെ സൈറ്റ് പ്ലാനിലാണ് ഇപ്പൊ പെഡസ്ട്രിയൻ പാത്വേ ഉണ്ടെങ്കിൽ അത് കാണിക്കും, ഒരു പോണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ അത് കാണിക്കും, അങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ വരിക. ഇപ്പൊ പാർക്കിംഗ് ഉണ്ടെങ്കിൽ പാർക്കിംഗ് ഏരിയ കാണിക്കും, പ്ലേ ഏരിയ എവിടെയാണെങ്കിൽ ആ പ്ലേ ഏരിയ ഡെപിക്ട് ചെയ്യും, റിക്രിയേഷണൽ ഏരിയ എവിടെയാണെങ്കിൽ റിക്രിയേഷണൽ ഏരിയ കാണിക്കും. അങ്ങനത്തെ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ്സ് ഒക്കെ കാണിക്കണത് സൈറ്റ് പ്ലാനിലാണ്. ഓക്കെ. Okay. Next question. A beam supported at only one end is known as? Cantilever. Yes, cantilever beam. ഇങ്ങനെ ഒരു സെക്ഷൻ ആണ് വരക്കുന്നത്. ഒരെൻഡിൽ മാത്രം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ബീമിനാണ് കാന്റിലിവർ ബീം എന്ന് പറയുന്നത്. ഫിക്സ്ഡ് ബീം എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും സപ്പോർട്ടഡ് ആയിരിക്കും. കണ്ടിന്യൂസ് ബീം എന്ന് പറയുമ്പോൾ പല കോളംസിന്റെയും ഇടയിലൂടെ
പോണ ബീമിനെയാണ് കണ്ടിന്യൂസ് ബീം എന്ന് പറയുക. സിംപ്ലി സപ്പോർട്ടഡ് ബീം ഇസ് സംതിങ് വെരി സിമിലർ ടു ഫിക്സ്ഡ് ബീം. അപ്പൊ ഈ ബീം എന്തിനാ ഉപയോഗിക്കണ കാന്റിലിവർ ബീം? കാന്റിലിവർ ബീം നമ്മൾക്ക് രണ്ട് സൈഡിലും കോളം വരാത്ത കേസസിൽ, അതായത് ഇപ്പോ നമ്മളെ വീടിനോട് ചേർന്ന് ഉണ്ടാക്കുന്ന കാർ പോർച്ചസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാല് കാണാം. അതായത് കാർ പോർച്ച് സെപ്പറേറ്റ് ആയിട്ട് അല്ലാണ്ട് വീടിനോട് ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു കാർ പോർച്ച് ആണെങ്കിൽ ഇതായിരിക്കും വീടിന്റെ ഏറ്റവും പുറത്തത്തെ എക്സ്റ്റീരിയർ വാൾ. എന്നിട്ട് ഇവിടെ ആയിരിക്കും കാർ പാർക്കിങ്ങിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ഇവിടെ ഒക്കെ ഇങ്ങനെ ഒരു കാന്റിലിവർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. കാരണം ഇവിടെ നമ്മൾ വേറൊരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കണില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാന്റിലിവർ ബീമിലായിരിക്കും ഇതിന്റെ ഈ കാർ പോർച്ചിന്റെ റൂഫ് നിൽക്കുക. അല്ലെങ്കിൽ ഇൻ സം കേസസ് ഇത് ഭയങ്കര സ്ട്രോങ് ആവുമോ ഈ കാന്റിലിവർ ബീം? കാന്റിലിവർ ബീം ഇന്ന സ്പാനിലേ യൂസ് ചെയ്യാൻ പറ്റൂ, അധികം സ്പാനിൽ എന്നല്ല. ഒരു ഇപ്പൊ ബാക്കിയുള്ള ബീംസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഷോർട്ടർ സ്പാനിലായിരിക്കും കാന്റിലിവർ ബീം യൂസ് ചെയ്യാൻ പറ്റുക. ഇറ്റ് ഇസ് സ്ട്രോങ് ഇനഫ്, സ്ട്രോങ് അല്ല എന്നല്ല, പക്ഷെ കുറച്ചുകൂടി ഒരു ഷോർട്ടർ സ്പാനിലായിരിക്കും യൂസ് ചെയ്യുക. ഇപ്പൊ സിറ്റ് ഔട്ടിനാണെങ്കിലും ചില സിറ്റ് ഔട്ട് ഒക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വീട്ടിന്റെ എക്സ്റ്റീരിയർ വാളും കഴിഞ്ഞ് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കണ സിറ്റ് ഔട്ട് ഏരിയാസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ കാന്റിലിവർ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാറ്. ഇറ്റ് ഈസ് വെരി കോമൺ നൗ ഡേയ്സ്. നിങ്ങൾ ഇങ്ങനെ വെറുതെ ബസ്സിലൊക്കെ പോകുമ്പോൾ പുറത്ത് വീടുകൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. കണ്ടില്ല, ഈ ഒരൊറ്റ ഇതിൽ നിന്നാണ് ഇവിടെ ഈ വോളിൽ നിന്ന് ഇപ്പുറത്ത് വേറെ സപ്പോർട്ട് ഇല്ല. ഈ ഒരൊറ്റ വോളിൽ നിന്നാണ് ഇതിന്റെ ബീം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. കൺസ്ട്രക്ഷൻ ഫേസിലുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പൊ ഈ വോളിൽ നിന്ന് നിൽക്കുന്ന ബീമാണ് ഫ്രീ സ്റ്റാൻഡിംഗ് ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ്, what term describes the vertical element in architecture that transmits the load from the structure above to the foundation below? Vertical element. Dileda. Column. Yes, column. Beam is the horizontal element. Lintel എന്താ? വീടിന് ചുറ്റും, വീടിന് ചുറ്റും ഓടണ ബാൻഡാണ്. വിൻഡോനെയും ഡോറിനെയും ഒക്കെ ടുഗെദർ ടൈ ചെയ്യണ ബാൻഡിനെയാണ് ലിന്റൽ എന്ന് പറയുക. നിങ്ങൾ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, വിൻഡോസിന്റെ ആയിക്കോട്ടെ ഡോർസിന്റെ ആയിക്കോട്ടെ ഇതിന്റെ എല്ലാം ടോപ്പ് ഒരേ ലെവലിലായിരിക്കും. ചില സ്പെഷ്യൽ കേസസിൽ വേറെ ടൈപ്പ് ആയിരിക്കും വിൻഡോസ്, പക്ഷെ മോസ്റ്റ്ലി ഒരേ ലെവലിലായിരിക്കും വിൻഡോന്റെയും ഡോറിന്റെ ഒക്കെ ടോപ്പ് ഉണ്ടാവുക. ഈ ലെവലിനെയാണ് ലിന്റൽ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് എ ജോയിസ്റ്റ്? ജോയിസ്റ്റ് എന്താ? ജോയിസ്റ്റ് ഇതുപോലത്തെ ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ ആണ്. ബീമുകളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പേഴ്സിനെയാണ് ജോയിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മെയിൻ ബീം ഉണ്ടായിരിക്കും, അതല്ലാണ്ട് ഇടയിൽ ഉണ്ടാവുന്ന ഈ മെമ്പേഴ്സിനെ, ഈ ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെയാണ് ജോയിസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ സ്ട്രക്ചറൽ മെമ്പർ. ഓക്കെ, what type of floor plan allows for a lot of natural light and free movement between spaces? A lot of natural light, free movement. എന്ത് ടൈപ്പ് പ്ലാൻ ആയിരിക്കും? ഓപ്പൺ പ്ലാൻ. യെസ്, ഓപ്പൺ പ്ലാൻ.
ക്ലോസ്ഡ് പ്ലാൻ എന്തായാലും അല്ല, നാച്ചുറൽ ലൈറ്റ് കുറവായിരിക്കും. ഡിവൈഡഡ് പ്ലാനും അല്ല, ബോക്സ് പ്ലാനും അല്ല. ദി ബെസ്റ്റ് ഓപ്ഷൻ ഔട്ട് ഓഫ് ദീസ് ആർ ഓപ്പൺ പ്ലാൻ. ഓപ്പൺ പ്ലാന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് they use very less number of walls. ഡിവിഷൻ വാൾസ് ഭയങ്കര കുറവായിരിക്കും ഓപ്പൺ പ്ലാൻ ഒക്കെ വരുമ്പോൾ. ഇപ്പൊ ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഡൈനിങ്, കിച്ചൺ ആൻഡ് ലിവിങ്, ഈ 3 ഏരിയാസും വിത്തൗട്ട് എനി പാർട്ടീഷൻ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഒരു ഓപ്പൺ സ്പേസിൽ ഈ 3 സ്പേസസിനെ അറേഞ്ച് ചെയ്തിട്ടാവും ഉണ്ടാവുക. അല്ലാണ്ട് ഡൈനിങ് റൂം, ലിവിങ് റൂം, കിച്ചൺ റൂം അങ്ങനെ അല്ലാണ്ട് ഡൈനിങ് സ്പേസ്, ലിവിങ് സ്പേസ് ആൻഡ് കിച്ചൺ, അങ്ങനെ 3 സ്പേസസിനെ ഒരൊറ്റ ബിഗർ സ്പേസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് ഇപ്പൊ ഓപ്പൺ കിച്ചൺ പ്ലാൻസ് ഒക്കെ വരുന്നത്. അപ്പോ ദി ആൻസർ ഇസ് ഓപ്പൺ പ്ലാൻ. Okay. Moving on, which architectural order is known for its simple circular capitals? Simple circular capitals. Justin? Doric. Doric. Doric അല്ലേ? Doric column is much more simpler. Okay. ഡോറിക്കും ടസ്കനും വളരെ സിമിലർ ആണ്, പക്ഷെ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് എന്ന് പറയുന്നത് ഡോറിക് കോളത്തിനെയാണ്. Okay. Next, in landscaping, what is a xeriscape primarily designed to do? Xeriscaping. Have you heard of this term, xeriscaping? Conserve water. Yes. എവിടുന്ന് കിട്ടി? ഞാൻ കേട്ടിട്ടുണ്ട്. Okay, fine. Conserve water. Xeriscaping is mainly where less irrigation is required. Irrigation is watering of plants. അപ്പോൾ ഏറ്റവും മിനിമൽ ഇറിഗേഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ലാൻഡ്സ്കേപ്പിനെയാണ് xeriscaping എന്ന് പറയുന്നത്. Okay. So through xeriscaping, we actually are conserving water. Because very less irrigation is required, so very less water is being used there. Okay, so that is xeriscape. Next, identify the architectural feature that is a large window composed of several panes, often projecting outwards. Bay window. Yes, bay window. Dormer, we know dormer windows എന്ന് പറഞ്ഞാൽ റൂഫിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന വിൻഡോസ് ആണ്. സ്കൈലൈറ്റ് നമുക്കറിയാം, റൂഫിൽ ഉള്ള ഓപ്പണിങ്സിനാണ് സ്കൈലൈറ്റ് എന്ന് പറയുന്നത്. കേസ്മെന്റ് വിൻഡോസ് ആർ പ്ലെയിൻ വിൻഡോസ് ഓൺ ദി വാൾസ്. അപ്പോൾ ഔട്ട്വേർഡ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന വിൻഡോ എന്ന് പറയുന്നതാണ് ബേ വിൻഡോ. Okay, do you want to see the pictures or shall I go to the next question? Okay, moving on. What is the primary function of a mullion in a window? What is a mullion? എന്താണ് ഒരു മള്ളിയന്റെ പർപ്പസ്? സപ്പോർട്ട്. അതെ, ഈ എലമെന്റിനെയാണ് നമ്മൾ മള്ളിയൻ എന്ന് പറയുന്നത്. നമ്മളെ ഫ്രെയിമിൽ, വിൻഡോ ഫ്രെയിമിൽ തന്നെ വരുന്ന സപ്പോർട്ട് എലമെന്റിനെയാണ് മള്ളിയൻ എന്ന് പറയുന്നത്. ഈ എലമെന്റ് ഇത് നമ്മൾ ഫ്രെയിമിൽ തന്നെ വരുന്ന എലമെന്റ് ആണ്. അപ്പോ ഇത് ഒരു സപ്പോർട്ടിങ് എലമെന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ അകത്താണ് ഈ വിൻഡോ പെയിൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, so it's used for support. Okay, next. If the dimensions of a room are doubled,
By what factor does the floor area increase? Try answering this. It's pretty simple. 4? Yes, 4. It's very simple. If the dimensions of a room are L and B, അതിന്റെ area is LB. Now, നമ്മുടെ question എന്താ? The dimensions of a room are doubled. അപ്പോൾ 2L and 2B. 2L and 2B എന്താ? 2 into 2, 4LB. അപ്പോൾ 4. ഈ ഫാക്ടർ വെച്ചിട്ടാണ് ആ ഫ്ലോർ ഏരിയ ഇൻക്രീസ് ചെയ്യണത്. Okay, so 4 is the answer. Okay, next. The diameter of a wheel is 28 centimeters. How many revolutions will it make over a distance of 110 meters? This is also very simple. Okay. നമുക്ക് തന്നിട്ടുള്ളത് എന്താ? എന്റെ നോട്ട് പാഡ് കാണുന്നില്ലേ? Yes, ma'am. നമുക്ക് തന്നിട്ടുള്ളത് ഡയമീറ്റർ 28 സെന്റിമീറ്റേഴ്സ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റേഡിയസ് എന്താ? റേഡിയസ് എത്ര ആവും? 28/2 14 സെന്റിമീറ്റർ ആണ് റേഡിയസ്. അപ്പോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി റെവല്യൂഷൻസ് വിൽ ഇറ്റ് മേക്ക് ഓവർ എ ഡിസ്റ്റൻസ് ഓഫ് 110 മീറ്റേഴ്സ്. അപ്പൊ നമുക്ക് ഒരു റെവല്യൂഷന് എത്ര സെന്റിമീറ്റർ എടുക്കും നോക്കാം. ഒരു റെവല്യൂഷൻ എന്ന് പറയണത് എന്താ? അതിന്റെ സർക്കംഫറൻസ് ആണ് അല്ലേ? 2πr. 2πr അതാണ് സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 into 3.14 into r എന്ന് പറയുന്നത് ഇവിടെ 14 ആണ്. ഓക്കെ, അതാണ് ഒരു സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ 2 into 3.14 into 14 is equal to 87.92. So roughly 88 centimeters ആണ് ഈ വീലിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു റെവല്യൂഷന് ആ വീൽ എടുക്കുന്നത് 88 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പോ അങ്ങനെ 110 മീറ്റേഴ്സ് പോകുമ്പോൾ എത്ര റെവല്യൂഷൻ എടുക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഒരു റെവല്യൂഷന് 88 സെന്റിമീറ്റർ ആണെങ്കിൽ 110 മീറ്റേഴ്സിൽ എത്ര റെവല്യൂഷൻ ഉണ്ടാവും എന്നാണ് നോക്കേണ്ടത്. അപ്പൊ അതെങ്ങനെയാ നോക്കുക? 110 മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര സെന്റിമീറ്റേഴ്സാ? Guys, are you doing it? 1100 അല്ല, 11,000. 110 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാല് 11,000 സെന്റിമീറ്റേഴ്സ് ആണല്ലേ. 110 into 100 is 11,000. 11,000 സെന്റിമീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 88 സെന്റിമീറ്റർ. നമ്മൾക്ക് ഒരു റെവല്യൂഷന്റെ സർക്കംഫറൻസ് എടുക്കുകയാണ്. അത് എത്ര കിട്ടുന്നത്? 125. 125 ആണ് ആൻസർ. 125 റെവല്യൂഷൻസ്. ഇങ്ങനെയൊന്നും മനസ്സിലായോ? നമ്മൾ ആദ്യം I'll just explain this once more for those who haven't understood it. നമ്മൾക്ക് തന്നിട്ടുള്ളത് ഡയമീറ്റർ ഓഫ് എ വീൽ 28 സെന്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് റേഡിയസ് കിട്ടും, which is 28/2 14. Now we know for one revolution the distance that it will cover is the circumference of the wheel. അപ്പോൾ circumference of the wheel is 2πr. അപ്പോൾ നമ്മൾ 2πr എത്രയാന്ന് നോക്കണു. So we get it as 88 centimeters. അപ്പോൾ ഒരു റെവല്യൂഷനിൽ ആ വീല് 88 സെന്റിമീറ്റേഴ്സ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ
110 മീറ്റേഴ്സിൽ എത്ര റെവല്യൂഷൻ കവർ ചെയ്യും എന്നാണ് നോക്കേണ്ടത്. എത്ര റെവല്യൂഷൻസ് ഉണ്ടാവും എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ടു ബി കവേർഡ് ഡിവൈഡഡ് ബൈ ദ ഡിസ്റ്റൻസ് ഇറ്റ് വിൽ കവർ ഇൻ 1 റെവല്യൂഷൻ. അങ്ങനെ നോക്കുമ്പോൾ നമുക്കത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 125 revolutions. Okay, so pretty straightforward question, and for NATA maths you can expect such simple maths. Okay, അപ്പോൾ കുറച്ച് എന്താ പറയുക, ഇപ്പൊ നേരത്തെ നമ്മൾ റോമൻ ന്യൂമറൽസ് നോക്കിയ പോലെ ഇറ്റ് ഈസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. നമുക്ക് ജസ്റ്റ് ആ IVH LCDM അത് ആ ഒരു 7 ആൽഫബറ്റ്സ് പഠിച്ചിരുന്നാൽ വി ക്യാൻ ഈസിലി ക്രാക്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ ഇതും വെരി സിമ്പിൾ ആണ്. നമുക്ക് ജസ്റ്റ് വി നീഡ് ടു ഗെറ്റ് എ ഹോൾഡ് ഓഫ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. Okay, moving on. Identify the texture given below. എന്താ ഈ ടെക്സ്ചർ കണ്ടിട്ട് ഏതാന്ന് തോന്നുന്നത് ഔട്ട് ഓഫ് ദീസ് ഓപ്ഷൻസ്? exterior concrete cladding. യെസ്, എക്സ്റ്റീരിയർ കോൺക്രീറ്റ് ക്ലാഡിംഗ് ആണ്. ചെക്വേർഡ് പ്ലേറ്റ് എന്താ പറഞ്ഞത്? ചെക്കഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാല് സ്റ്റീലിൽ തന്നെ നമുക്ക് പാർക്കിംഗ് ഗാരാജിലൊക്കെ കാണുന്ന ഒരു മെറ്റീരിയൽ. ഈ മെറ്റീരിയലില്ലേ, ഇതിനെയാണ് ചെക്കഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അലുമിനിയ, അലുമിനിയത്തിലും സ്റ്റീലും എന്തിലും ആണെങ്കിൽ വരും. അങ്ങനത്തെ ഒരു മെയിൻലി അലുമിനിയത്തിലാണ് വരിക. അങ്ങനത്തെ ചെക്കഡ് പാറ്റേൺ ഉണ്ടാക്കണതിനെയാണ് ചെക്കഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ മെറ്റീരിയലിനെ ആദ്യം പ്ലേറ്റ് ആക്കിയിട്ട് മലിയബിലിറ്റി എന്നുള്ള പ്രോപ്പർട്ടി കാരണം പ്ലേറ്റ്സ് ആക്കിയിട്ട് അതിൽ ഇങ്ങനത്തെ ചെക്കേർഡ് പാറ്റേൺ എംബോസ് ചെയ്യും. Okay. Next, a woman walks 6 kilometers south, then turns and walks 8 kilometers west. How far is she from the starting point? So, okay, anyone the answer? 10. Yes, 10. എങ്ങനെ കിട്ടിയത്? Root of 6 square plus 8 square. Yes, Pythagoras theorem. 6, 8, 10 എന്ന് പറയുന്നത് പൈതഗറസ് തിയറത്തിന്റെ ഒരു ട്രയാഡ് ആണ്. അതുപോലെ 3, 4, 5 അതൊരു ട്രയാഡ് ആണ് അല്ലേ? പൈതഗറസ് തിയറത്തിന്റെ ട്രയാഡ്സ് ആണ് ഇതൊക്കെ. അപ്പോ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കണതിന് പകരം നമുക്ക് കോമ്പറ്റീവ് എക്സാംസിന്റെ മെയിൻ എയിം ഇസ് ടു കംപ്ലീറ്റ് ദിസ് എൻറ്റയർ പേപ്പർ വിത്തിൻ ദാറ്റ് സ്റ്റിപ്പുലേറ്റഡ് ടൈം. അപ്പൊ നമ്മൾ ഇതിനൊന്നും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനത്തതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ വരച്ച് നോക്കാൻ ഇരിക്കാണ്ട്. അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് നോക്കി നോക്കാം. ഓക്കെ, a woman walks 6 kilometers south, 6, then turns and walks 8 kilometers to the west, 8. Question ചോദിച്ചിട്ടുള്ളത് how far is she from the starting point? ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് എൻഡിങ് പോയിന്റ്. ഈ ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ആണ് ഈ ഫോം ആയിട്ടുള്ളത്. അപ്പൊ അക്കോർഡിംഗ് ടു പൈതഗറസ് തിയറം 6 square plus 8 square is h square. അപ്പോ അങ്ങനെയാണ് നമുക്ക് 10 എന്നുള്ള ആൻസർ കിട്ടുന്നത്. എങ്ങനെയാന്ന് അറിയില്ലേ? Yes, 6 square is 36 plus 8 square is 64. 36 plus 64 is 100. 100 is 10 square. Okay, അതാണ് ഈ എക്സ്. അങ്ങനെയാണ് ഈ 10 കിട്ടുന്നത്. അപ്പൊ ഈ ട്രയാഡ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചാല് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. Okay, moving on. Which principle of design refers to visual equality in a composition? ബാലൻസ്. അതെ, ബാലൻസ് ആണ് വിഷ്വൽ ഈക്വാലിറ്റി തരുന്ന ഡിസൈൻ പ്രിൻസിപ്പിൾ.
Okay. Identify the type of symmetry where one side of a composition does not mirror but balances the other side. Asymmetrical. അസിമെട്രിക്കൽ അതെ, asymmetrical balance ആണ്. Okay. ബൈലാറ്ററൽ സിമെട്രി എന്താ? ബൈലാറ്ററൽ, നമുക്ക് ലാറ്ററൽ ഇൻവേർഷൻ എന്നുള്ള പ്രോസസ് അറിയില്ലേ? വാട്ട് ഈസ് ലാറ്ററൽ ഇൻവേർഷൻ? ഇതിനാണ് ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയാം. ഇത് തന്നെയല്ലേ റിഫ്ലക്റ്റീവ് സിമെട്രി? അത് വേറെയാണെങ്കിൽ റിഫ്ലക്റ്റീവ് സിമെട്രി എന്ന് പറഞ്ഞൊന്നും ഇല്ല. അത് വെറുതെ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിട്ടുള്ളതാണ്. ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഇൻവേർഷനിൽ വരുന്ന ഇപ്പൊ കാണിച്ചെന്ന ആ ഒരു ഇമേജ് പോലെ തന്നെ. ദിസ് ഈസ് ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് ഗിവിംഗ് ആൻ ഓപ്ഷൻ. റിഫ്ലക്റ്റീവ് സിമെട്രി. ഓക്കെ, കാരണം there is this word here, right? Mirror എന്നുള്ള വേർഡ് ഉണ്ട്. അത് കാണുമ്പോൾ there is a tendency to go into this option. അങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനുള്ളത്. Okay. What is the architectural term for a small porch or set of steps at the front entrance of a building? No answers. Stoop ആണ് ആൻസർ. ബാലസ്ട്രേഡ് എന്താന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. റെയിലിങ്ങിൽ വരുന്ന എലമെന്റ്സിനെയാണ് ബാലസ്ട്രേഡ് എന്ന് പറയുന്നത്. സ്റ്റെയറിന്റെ റെയിലിങ്ങിൽ വരുന്ന എലമെന്റ്സിനെയാണ് ബാലസ്ട്രേഡ് എന്ന് പറയുന്നത്. പോർട്ടിക്കോ ഇസ് ഒരു പാറ്റിയോ അല്ലെങ്കിൽ ഒരു പോർച്ച് ഒക്കെ പോലത്തെ ഒരു ഏരിയനെയാണ് പോർട്ടിക്കോ. യെസ്, ഈ ഏരിയനൊക്കെയാണ് പോർട്ടിക്കോ എന്ന് പറയുക, ഇങ്ങനത്തെ ഏരിയസിന്. ഇനി വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ബിഗർ സ്പേസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വെയിറ്റിംഗ് ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോ ഈ പ്ലാനിൽ കാണിച്ചിട്ടുള്ള പോലെ ഈ ഒരു റെഡ് ഏരിയക്ക് നമ്മൾ വെസ്റ്റിബ്യൂൾ എന്ന് പറയും. ഒരു വെയിറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ ഒരു ബിഗർ സ്പേസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ട് മുന്നുള്ള ഒരു സ്മോളർ സ്പേസ്, സോ ദാറ്റ് ആ ഒരു ബിഗർ സ്പേസിന്റെ ആ ഒരു വ്യൂ ഒബ്സ്ട്രക്റ്റ് ആയിട്ട് കിടക്കും. ഇപ്പൊ നമ്മളൊരു മ്യൂസിയത്തിലേക്ക് പോവുകയാണെങ്കിൽ മ്യൂസിയത്തിന്റെ എൻട്രിയിൽ ഒരു കുഞ്ഞു സ്പേസ് ഉണ്ടാവും മേ ബി. ആ ഒരു കുഞ്ഞു സ്പേസ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാല് അത് കഴിഞ്ഞ് നമ്മൾ കയറാൻ പോകുന്ന ഒരു വലിയ സ്പേസ് ഉണ്ട്, അവിടുത്തെ ആ ഒരു സർപ്രൈസ് എലമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു വ്യൂ പുറത്തുനിന്ന് തന്നെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സ്പേസിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് അങ്ങനത്തെ ഒരു ആ ഒരു സർപ്രൈസ് എലമെന്റ് ബ്രേക്ക് ചെയ്യേണ്ടതോ അങ്ങനത്തെ ഒക്കെ ഒരു ഫാക്ടറിന് വേണ്ടിയിട്ടാണ് ഈ വെസ്റ്റിബ്യൂൾ കൊടുക്കുന്നത്. ബേസിക്കലി വെയിറ്റിംഗ് ഏരിയ. ആൻഡ് ദെൻ സ്റ്റൂപ്പ് ആണ് നമ്മളുടെ ഈ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ള പോലെ സെറ്റ് ഓഫ് സ്റ്റെപ്സ് അറ്റ് ദി ഫ്രണ്ട് എൻട്രൻസ് ഓഫ് എ ബിൽഡിംഗ്. അതിനാണ് 2 or 3 steps that are provided at the front of residences. അതിനൊക്കെ നമ്മൾ സ്റ്റൂപ്പ് എന്നാണ് പറയുക. Okay. Next question. The scale model of a building is made at a 1:100 scale and the model door measures 2 centimeters. What is the actual height of the door? മാം, നേരത്തെ സ്മോൾ പോർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണോ? ആ, അതായത് what is the architectural term for a small porch or set of steps? നമ്മൾ എൻട്രൻസ് എപ്പോഴും ഒരു സ്റ്റെപ്സ് ആവണം തന്നെയല്ലോ. ഇപ്പോ ഇതൊക്കെ സ്റ്റെപ്സ് ആണ് കാണിക്കുന്നത്. അതല്ലാണ്ട് ഇതാ ഇപ്പൊ ഇങ്ങനത്തെ ഒരു കുറച്ചും കൂടിയും ബിഗർ ഏരിയ, ഇങ്ങനത്തെ നാരോ സ്റ്റെപ്സ് അല്ലാണ്ട് കുറച്ചും കൂടി ഇങ്ങനത്തെ ഒരു ബിഗർ ഏരിയ ആണെങ്കിൽ അതിനൊക്കെയാണ് സ്മോൾ പോർച്ച് എന്ന് പറയുന്നത്. ഒരു
ഒരു കുഞ്ഞി സ്റ്റെപ്പ് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ സിറ്റ് ഔട്ട് ഒക്കെ അല്ലേ, സിറ്റ് ഔട്ട് ഒക്കെ ഒരു കുറച്ചുകൂടി സിറ്റ് ഔട്ട് എന്നുള്ള പേർപ്പസിനല്ലാണ്ട് യൂസ് ചെയ്യുമ്പോൾ സിറ്റ് ഔട്ടിനും പറ്റില്ല, അതായത് സിറ്റ് ഔട്ടിന് വേണ്ടുന്ന അത്ര ഡയമെൻഷനും ഇല്ല, എന്നാൽ ഒരു സ്റ്റെപ്പിനെക്കാട്ടിയും വലുതുമാണ്. അപ്പൊ അവിടെ ഒരു കുറച്ചുകൂടി ഒരു വലിയൊരു സ്പേസ് ആണ് ഫോം ചെയ്യുന്നത്. അതാണ് ഈ സ്മോൾ പോർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാർ പോർച്ച് ആയിട്ടല്ല, ഇങ്ങനത്തെ ഒരു കുറച്ചുകൂടി വലിയ ഏരിയ, സ്റ്റെപ്പും അല്ല എന്നാലും ഒരു റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഏരിയ. If a scale model of a building is made at a 1:100 scale and the model door measures 2 centimeters, what is the actual height of the door? Two meters. Yes. How did you get the answer? Two centimeters into 100, so 200 centimeters, and then 100 centimeters. Yes. ഇത് pretty straightforward ആണ്. ഇങ്ങനെയാണ് സംഭവം. അതായത് റിയൽ ലൈഫ് സ്കെയിലില് എത്രയാണ് അതിന്റെ ആക്ച്വൽ ഹൈറ്റ് എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മോഡലിൽ ഇത് 2 സെന്റിമീറ്റർ ആണ് ഡോറിന്റെ ഹൈറ്റ്. നമ്മൾ ഈ സ്കെയിൽ മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത് 1:100 സ്കെയിലാണ്. 1:100 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 100 സെന്റിമീറ്റർ, ആക്ച്വലി 100 സെന്റിമീറ്റേഴ്സ് ഉള്ളതിന് നമ്മൾ ഈ മോഡലില് 1 സെന്റിമീറ്റർ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ മോഡലിൽ 2 സെന്റിമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് എത്രയായിരിക്കും? 200 സെന്റിമീറ്റർ ആയിരിക്കും. 200 സെന്റിമീറ്റർ 2 മീറ്റേഴ്സ്, അങ്ങനെയാണ്. അപ്പോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെയ്യുക, നമുക്ക് തന്നിട്ടുള്ള മെഷർമെന്റ് ഇൻറ്റു നമ്മുടെ സ്കെയിൽ എത്രയാണ് തന്നിട്ടുള്ളത്, അങ്ങനെ ചെയ്ത് നോക്കിയാൽ കിട്ടും. അല്ലെങ്കിൽ ലോജിക്കലി യു ക്യാൻ സോൾവ് ഇറ്റ് ദിസ് വേ ഓൾസോ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഇൻ ദി കോഴ്സ്, ആർക്കിടെക്ചർ കോഴ്സിൽ യു ആർ ബൗണ്ട് ടു മേക്ക് മോഡൽസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ സ്കെയിൽ മോഡൽസ് ആണ് ഉണ്ടാക്കുക. 1:100, 1:200, 500 ഇങ്ങനത്തെ സ്കെയിൽസ് വെച്ചിട്ട് സ്കെയിൽ മോഡൽസ് ചെയ്യുക. ഓക്കെ, a hexagon can be divided into how many triangles with equal area by drawing lines from the center to each vertex? Hexagon എത്ര സൈഡഡ് ഫിഗർ? 6. യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര? 6. എന്താ ചോദിച്ചിട്ടുള്ളത്? സെന്ററിൽ നിന്ന് ഈച്ച് വേർട്ടെക്സിലേക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഈക്വൽ ഏരിയ കിട്ടണം. അപ്പോൾ hexagon can be divided into 6 equal pieces when done like that. Okay. In architectural terminology, what is a nave? Central area of a church. Central area of a church. അതാണ് നിങ്ങൾ പറഞ്ഞത്. ഈ സ്പേസിനെയാണ് നേവ് എന്ന് പറയുക. നമ്മളുടെ ഓൾട്ടർ ഉള്ള ഈ സ്പേസിലേക്ക് നടന്നു പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻട്രൽ സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു സെൻട്രൽ സ്പേസിനെയാണ് നേവ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നേവ്. മാം, അപ്പൊ അയലും നേവും തമ്മിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? അയൽ ഇസ് ദീ സ്പേസസ്. നേവിന്റെ സൈഡ്സിൽ വരുന്നതിനെയാണ് അയൽ എന്ന് പറയുന്നത്. It's clearly shown here. Just a second, guys.
ഇതില് ഈ യെല്ലോയില് കാണിച്ചിട്ടുള്ളതാണ് നേവ്. അതിന്റെ രണ്ട് സൈഡിലും വരുന്ന സ്പേസസിനെയാണ് അയൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ സീറ്റിംഗ് സ്പേസ് ഇവിടെ ഈ കാണുന്ന സീറ്റിംഗ് സ്പേസിനാണ് അയൽ എന്ന് പറയുക. സെൻട്രൽ സ്പേസിനാണ് നേവ് എന്ന് പറയുന്നത്. ഓക്കെ. Next, which color is not considered a primary color in the traditional coloring? Grey. Come on. Yes, green. Green is the answer. ബാക്കിയെല്ലാം primary colors ആണ്, red, blue, yellow. What is the function of a keystone in an arch? What is a keystone? ആർച്ചിൽ keystone ഏതാ? Central stone. യെസ്, ഇതൊരു ആർച്ച് ആണെങ്കിൽ ഈ സെന്ററിലെ സ്റ്റോണിനാണ് കീസ്റ്റോൺ എന്ന് പറയുന്നത്. ബാക്കി സ്റ്റോൺസ് ഒക്കെ അതിന്റെ ചുറ്റുമായിരിക്കും ഉണ്ടാവുക. സോ വാട്ട് വുഡ് ബി ദി ഫങ്ഷൻ ഓഫ് ദിസ് കീസ്റ്റോൺ റൈറ്റ് ഹിയർ? Locks the other stones into position. യെസ്, ബാക്കി ഈ കീസ്റ്റോൺ എടുത്തു കഴിഞ്ഞാൽ ആർച്ച് മൊത്തം വീഴും. ഈ കീസ്റ്റോൺ ഉള്ളതുകൊണ്ടാണ് ബാക്കി സ്റ്റോൺസ് ഒക്കെ അതിന്റെ പൊസിഷനിൽ ലോക്ക് ആയിട്ടിരിക്കുന്നത്. ഓക്കെ. Ma'am, Pasha, it can also support the weight of the wall, right? No, not that. I mean, വാളിന്റെ ഒരു കേസ് വരുന്നില്ല ഇവിടെ. ആർച്ചും ഒരു വാളും വരുന്നില്ലല്ലോ. ദിസ് ഇസ് എ പ്ലെയിൻ ആർച്ച്. കീസ്റ്റോൺ ഒരു പ്ലെയിൻ ആർച്ചിലാണ് വരുന്നത്. It doesn't support the weight of the wall. This stone right here, this stone alone can't support the weight of the wall. ഈ ആർച്ച് ഫുൾ ആയിട്ട് വേണമെങ്കിൽ പ്രിസീഡിങ് ആയിട്ടുള്ള വാളിന്റെ സപ്പോർട്ട് വേണമെങ്കിൽ എടുക്കും. പക്ഷെ കീസ്റ്റോൺ അലോൺ കണ്ടു. Let's count the number of triangles. ഇത് everyone do this. I need the fastest person to answer. നമ്മുടെ മെയിൻ ഗോൾ അതാണ്, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇത് സോൾവ് ചെയ്യാന്നുള്ളത്. Who can solve this fast? അപ്പൊ ആള് പറഞ്ഞുതരിക എന്ത് മെത്തേഡിൽ കൂടെയാണ് ഇത് ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്തത്. എന്താണോ എല്ലാവരും? വൺ ഹോൾ മിനിറ്റ് കഴിഞ്ഞു, ആൻസർ ആയിട്ടില്ല. കറക്കി കുത്തിയെങ്കിലും ഒരു ആൻസർ പറയാൻ പറ്റുമോ? ഓപ്ഷൻസ് നോക്കിയിട്ട്. 68. ആർക്കെങ്കിലും അതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ടോ? Everybody, 68 അല്ല ആൻസർ. Seven. 70 അതുമല്ല, 104 ആണ് ആൻസർ.
This is a symmetrical figure. അപ്പോ ഫസ്റ്റ് ലെസ് ഇത് കൗണ്ട് ചെയ്യാം 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോ സിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് 24 കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ട്രയാങ്കിൾസ് ഉണ്ട്. അങ്ങനത്തെ എൻഡില് 1 2 3 4 5 6 ഉണ്ട്. അത് കഴിഞ്ഞ് ഈ അകത്തെ ട്രയാങ്കിൾസ് ഉണ്ട്. അത് 1 2 3 4 5 6 അഗൈൻ. പിന്നെ നമുക്ക് ഈ വലിയ ട്രയാങ്കിൾ ഉണ്ട്. അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഏത് ട്രയാങ്കിൾസ് കിട്ടിയത്? വലുതന്നെ സെന്ററിൽ കൂടെ പാസ് വെൽസിന്റെ സെന്ററിൽ കൂടെ പോണതുണ്ട്. അങ്ങനെ ടോട്ടൽ 4 കിട്ടും. അതല്ലാണ്ട് പിന്നെയും ആ സെന്ററിൽ കൂടെ പോണതിന്റെ ചെറിയ ട്രയാങ്കിൾ ഉണ്ട്. അങ്ങനെ വീണ്ടും 4 കിട്ടും. പിന്നെ ഏതെങ്കിലും കിട്ടിയതുണ്ടോ? എനിബഡി? പിന്നെ ആ ട്രയാങ്കിള് ആ വലുതിന്റെ ആ സെന്ററിൽ കൂടെ പോണ ലൈനില്ല അതും കൂട്ടിയിട്ട് വലിയ ട്രയാങ്കിള് ഇതല്ലേ? അതല്ല, റെക്ടാങ്കിൾ അല്ല, ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ പോലെ. ഇങ്ങനെ യെസ്, അങ്ങനെ കുറച്ച് ട്രയാങ്കിൾസ് ഉണ്ട്. ഇക്വലേറ്റർ അല്ല, ഇങ്ങനത്തെ കുറച്ചുണ്ട്. അങ്ങനെ 1 2 അതെ ടീച്ചർ, മെയിൻ 3 ഇക്വലേറ്ററൽ ആയിട്ടൊരു ട്രയാങ്കിൾ ആണോ മീതെന്ന് ഇങ്ങനെ സെന്ററിൽ കൂടെ പോണ ലൈന് ഹൊറിസോണ്ടൽ ലൈന് അതിന്റെ അടിഭാഗമായിട്ട് വരും. ഹൊറിസോണ്ടൽ ലൈൻ അതിന്റെ മീതത്തെ ലൈന്, ഉള്ളിലുള്ള ലൈന്, ഇത് അത് മൊത്തം ഇത് അടിയത്തെ ഭാഗം. യെസ്, ഇങ്ങനെ രണ്ടെണ്ണം. അതല്ലേ ഇത്? അങ്ങനെ രണ്ടെണ്ണം അല്ലല്ലോ ഉണ്ടാവുക, അങ്ങനെ 4 ഉണ്ടാവില്ലേ? ഇങ്ങനെ 4 ഉണ്ടാവണത്. ഇതൊരെണ്ണം, പിന്നെ ഇതൊരെണ്ണം, പിന്നെ സൈഡിൽ, ഏതാ അപ്പുറത്തെ സൈഡില് സൈഡില് കിട്ടുന്നുണ്ടോ? ഇങ്ങനല്ലേ? യെസ് യെസ് യെസ്. അങ്ങനെ നമുക്ക് 4 കിട്ടും. യെസ്. എത്രയായി? 24 30 36 38 39 40 41 56 56 58 62 ആയി. ഇനി ബാക്കി ഇതിന് 104 ട്രയാങ്കിൾസ് ഉണ്ട് ആക്ച്വലി. അപ്പോ whenever such a question comes up, our aim is always to aim for the highest in the options. 104 കിട്ടണ വരെ എണ്ണിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് 104 തന്നെ ഉണ്ടാവും എന്നല്ല ഞാൻ പറയണത്, അല്ലെങ്കിൽ ഹയസ്റ്റ് നമ്പർ ആയിരിക്കും കറക്റ്റ് ആൻസർ എന്നല്ല പറയണത്. പക്ഷെ എപ്പോഴും നമ്മൾ അതിലേക്ക് എയിം ചെയ്യുക. അപ്പോൾ വൺസ് വി ക്രോസ് 68, നമുക്ക് 68 അല്ല എന്ന് പറയാൻ പറ്റും. പിന്നെ വൺസ് വി ക്രോസ് 70 അതല്ല എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ്. That's how I used to solve these problems. Okay, we just got 62. ആ 68 നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇനി ഇങ്ങനെ കുറച്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ എത്ര ഉണ്ട്? 1 2 3 4 8 വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ തന്നെ 70 ആയി. ഓക്കെ, അപ്പൊ 68 അല്ല. 12 ഉണ്ടാവൂലേ? 12 ഉണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ എവിടെ ബാക്കി? യെസ്, ഇത് 2 അല്ലേ? അതെ 12. അപ്പൊ നമുക്ക് 74 ആയി. 70 ക്രോസ് ചെയ്തു. അപ്പൊ നമ്മൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ 2 ഓപ്ഷനും നമ്മൾ കഴിഞ്ഞു. 74 ആയി. ഇനി നമുക്ക് 98 ഉണ്ടോന്ന് നോക്കാം. ഇനി എവിടെ?
ഈ ട്രയാങ്കിൾ എടുത്തതല്ലേ? വേറെ എവിടെ? നടുക്കൊരു പാരലലോഗ്രാം ഇല്ലേ? അപ്പൊ അതിന്റെ ഡയഗണല് കട്ട് ചെയ്യുമ്പോ 2 ട്രയാങ്കിൾ കിട്ടുമോ? എവിടെ നടുക്കൊരു പാരലലോഗ്രാം പോലെ ആക്കിയ ഇതാണോ? അതല്ല. മാം ഈ ട്രയാങ്കിളിനുണ്ടല്ലോ, അതിൽ ആ വലിയ ട്രയാങ്കിൾ ഇല്ലേ, അത് ഒരെണ്ണത്തിന് 3 ആക്കണ രീതിക്ക്, ഈക്വൽ പാർട്സ് ആക്കണ രീതിക്ക് 3 വരൂലേ? യെസ്, പെർഫെക്റ്റ്. അങ്ങനെ നമുക്ക് 6 കിട്ടി. 2 ട്രയാങ്കിളിന്റെയും കൂടി 6 കിട്ടി. ഈ ഒരു വലിയ ട്രയാങ്കിളിനെ 3 പീസാക്കി, ഈ ഒരു വലിയ ട്രയാങ്കിളിനെ 3 പീസാക്കി. അപ്പൊ ഇപ്പൊ ടോട്ടൽ എത്രയായി? 80 ആയി. ഇനി നെക്സ്റ്റ് നമ്മൾ എയിംസ് 98 വെട്ടിച്ച് കഴിഞ്ഞാല് 99 ആയാലും അപ്പൊ നമുക്ക് നമ്മൾ ആൻസർ 104 ആണെന്ന് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് എവിടെയാ? ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? So this is how you solve this question. That's what I wanted to tell you guys. Okay. അപ്പൊ ഓരോ ട്രയാങ്കിളിൽ നിന്നാണ്ട് തന്നെ ഇപ്പൊ സായൂജ് പറഞ്ഞ പോലെ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ 3 ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പോ നമ്മള് എന്താ ചെയ്തത്? ഈ ഒരു ട്രയാങ്കിളിനെ അങ്ങനെ 3 ആക്കി. അപ്പോ സൈമിൾട്ടേനിയസ്ലി നമ്മൾ ബാക്കിലുള്ള ഈ ഇൻവേർട്ടഡ് ട്രയാങ്കിളും അങ്ങനെ ഒരു പീസ് നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെ നമ്മൾ 3 + 3 6 നമുക്ക് അങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെ that's how you solve such type of questions. ഓരോന്നിരുന്ന് കൗണ്ട് ചെയ്യാണ്ട് that takes up a lot of your time. അപ്പൊ ഓരോന്ന് ആൻഡ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടണത് തന്നെ is for your time to be wasted. അപ്പോൾ don't fall prey for it. അതിനു പകരം ഇങ്ങനത്തെ ഒരു സ്മോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്താൽ മതി. ബാക്കി ട്രയാങ്കിൾസ് എവിടെ കണ്ടുപിടിക്കുക? നിങ്ങൾ നോക്കണ്ടോ? ഞാൻ മാത്രമാണോ നോക്കണേ? നടുക്ക് ഒരു പാരലലോഗ്രാം ആ ഓക്കെ ഓക്കെ ഫൈൻ. ഇതാണല്ലേ പറഞ്ഞത്? അല്ല ഇതാണ് നടുക്ക്. ഇവിടുന്ന് അവിടുന്ന് ഒരു ഡയഗണൽ ഇല്ലേ? എന്താ പറയാ, ഒരു ഈ പാരലലോഗ്രാം ആണോ പറയണത്? അല്ല, അതിന് ഇച്ചിരി കൂടെ വലുതാ. ഇതൊക്കെ പാരലലോഗ്രാംസ് ആണ്. ആ റോംബസ് വലുതാണോ ഉദ്ദേശിക്കുന്നത്? ഇതാണോ? അല്ല, ഇത് നമ്മൾ കൗണ്ട് ചെയ്തോ? ഇല്ലല്ലോ. ഇല്ല, കൗണ്ട് ചെയ്തു. ഓക്കെ. ഇതാണ് നടുക്ക്. ഇവിടുന്ന് എങ്ങോട്ടാ പോണ്ടത്? നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് പറ. നോർത്ത് ഈസ്റ്റ്. ഓ ഗോഡ്, നോർത്ത് ഈസ്റ്റ്. ഈ നോർത്ത് ഈസ്റ്റ് ആണോ ഈ നോർത്ത് ഈസ്റ്റ് ആണോ? സെക്കൻഡ് വൺ. ഓക്കെ. ആ സെയിം ലൈൻ താഴോട്ട് വരയ്ക്കുമ്പോ ഒരു ഡയഗണൽ പോലെ കിട്ടില്ലേ? ഇതാണോ? അല്ലല്ല, ആ സെയിം മുകളിലോട്ട് പോട്ടെ, ഏറ്റവും മുകളിൽ പോട്ടെ. ഓക്കെ. അങ്ങനെ തന്നെ ഏറ്റവും താഴെ തിരിച്ചു വരണം. മറ്റേ ആ സെയിം ലൈനിൽ തന്നെ താഴോട്ട് ഒരു ഡയഗണൽ പോലെ. ഇതാണ്? അല്ല, സെയിം ഓപ്പോസിറ്റ് ആയിട്ട് മിറർ ആയിട്ട്. സെയിം വഴി കൂടെ തന്നെ തിരിച്ച് ആ നടുക്കൂടെ തിരിച്ച് വന്ന് മറ്റേ കോർണർ എത്തണം. താഴത്തെ കോർണർ എത്തണം. ഒരു സൗത്ത് വെസ്റ്റ് കോർണർ. അവിടെ. ഓക്കെ. ഇനി നോർത്ത്. ഓക്കെ ഫൈൻ, ഐ ഗെറ്റ് ഇറ്റ്. അപ്പൊ അതൊരു പാരലലോഗ്രാം പോലെയാവും. പെർഫെക്റ്റ്. അങ്ങനെ നമുക്ക് 4 കിട്ടും. അത് ഓൾറെഡി കൗണ്ട് ചെയ്ത് ടീച്ചറെ. അത് 4 അത് 2 ആക്കാൻ പറ്റില്ലേ?
ആ നടുക്കത്തെ ഡിവിഷൻ ആ മാറ്റിയ ഒരു ട്രയാങ്കിൾ അതല്ല ഇങ്ങനെ അത് ഓൾറെഡി കൗണ്ട് ചെയ്താണോ സൈജ് പറഞ്ഞു കൗണ്ട് ചെയ്തു? അത് കൗണ്ട് ചെയ്തതാ. അത് നമ്മൾ ആ മീലെന്നാണ് എടുത്തത്. എന്നിട്ട് ബാക്കത്തെ 2 ആക്കിയിട്ട് കൗണ്ട് ചെയ്ത് ഓർമ്മയില്ലേ? മൊത്തം 4. മൊത്തം 4 വരും. ഒരെണ്ണം ഇങ്ങനെയും വരും, ഒരെണ്ണം അല്ല 2 ഇങ്ങനെയും വരും, 2 ഇങ്ങനെയും വരും. കൗണ്ട് ചെയ്തു. അതാ ഈ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പുറത്തും കിട്ടും. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആ ടൈപ്പ് ഉള്ളത് നമ്മൾ കൗണ്ട് ചെയ്തതാണ്. ഇത്രയും വലിയ ട്രയാങ്കിൾ നമ്മൾ കൗണ്ട് ചെയ്തു. ഓക്കേ. ഇത് എക്സാമിന് Anyway, this is a good observation. എന്താ എക്സാമിന് ലാസ്റ്റ് ഇരുന്ന് എണ്ണിയാ പോലെ. എന്തായാലും ഇതൊരു ഗുഡ് ഒബ്സർവേഷൻ ആണ്. ഈ പാരലലോഗ്രാം ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇതിനെ 2 ആക്കി അങ്ങനെ തന്നെ നമുക്ക് ഓപ്പോസിറ്റും ഇങ്ങനെ കിട്ടും. അപ്പൊ ടോട്ടൽ 8 കിട്ടി. ഇങ്ങനെ 2 അത് കഴിഞ്ഞ് ഇങ്ങനെ 2 അങ്ങനെ 4 കിട്ടി. അത് കൗണ്ട് ചെയ്തതാ. അതുപോലെ തന്നെ ഈ സൈഡിലേക്കും 4 കിട്ടും. ഓക്കെ, അങ്ങനെ മൊത്തം 8. അതുപോലെ തന്നെ നമുക്ക് ഇതും ഒരു പാരലൽ, ഇതും കൗണ്ട് ചെയ്തതാണോ ഈ പാരലലോഗ്രാം? അതാണ് മാം, ഈ സംഭവം കൗണ്ട് ചെയ്തതാണ്. അതിലിങ്ങനെ വരുന്ന ട്രയാങ്കിൾ. യെസ്, ഇത് നമ്മൾ കൗണ്ട് ചെയ്തു. ഈ ട്രയാങ്കിൾ കൗണ്ട് ചെയ്തു. യെസ്. Okay. So this is, I knew this would happen for this question. And this is how you count figures. ഓരോന്നിരുന്ന് കൗണ്ട് ചെയ്യാണ്ട് divide the whole part and count. Okay. ഇതിന്റെ ആൻസർ എന്തായാലും 104 ആണ്. Try doing it. 104 കിട്ടണ വരെ try doing it. Okay. Next. The problem figure shows an object. Looking in the direction of the arrow, identify the correct elevation from amongst the answer figures. That's a problem figure. Looking the elevation and that. A. Simple ആയിരുന്നല്ലേ? എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? Should I explain it? മനസ്സിലായി. ഈ കാണുന്നത് ഈ ഒരു ബേസ് ആണ്. ഈ ടോപ്പില് ഒരു സ്ക്വയർ പിരമിഡ് ആണ് വരുന്നത്. അപ്പോ ഈ സ്ക്വയർ വരുന്നു, ഈ പിരമിഡ് വരുന്നു. ഇങ്ങനത്തെ ഈ കോർണർ നമുക്ക് ഫ്രണ്ടിൽ കാണും. അതാണ് ഈ ലൈൻ കാണിച്ചിട്ടുള്ളത്. കോർണർ കാണുന്നുണ്ട്. ഓക്കെ, here is the answer. ഇനി അടുത്തത് 3D problem figure shows the view of an object. Identify its correct top view from amongst the answer figures. ഇതിന്റെ ടോപ്പ് വ്യൂ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. എയില് ഇതിലേതൊക്കെ അല്ലാണ്ടത് മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. ഡി അല്ല, ഇവിടെ ഒരു കട്ട് ഉണ്ട്, അതാണ്. ബി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് ഡി അല്ല എന്ന് പറയാൻ കാരണം ഇവിടെ ഈ ഒരു കട്ട് ഉണ്ട്, ആ കട്ട് ഇവിടെ കാണിച്ചിട്ടില്ല, അപ്പൊ ഡി അല്ല. പിന്നെ ഇവിടെ ഈ ഒരു കട്ട് എക്സ്ട്രാ ഉണ്ട്, അങ്ങനെ ഒരു കട്ടിന്റെ ആവശ്യമില്ല, അപ്പൊ സി അല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ഉണ്ട് എക്സ്ട്രാ, അത് ഇവിടെ ഇല്ല, അപ്പൊ എയും അല്ല. ബി ആണ് ആൻസർ. ഇത് സിമ്പിൾ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ടോപ്പിക് ക്വസ്റ്റ്യൻ നമ്പർ 38.
സി കിട്ടിയില്ല. 38ന്റെ ആൻസർ സി ആണ്. ഇവിടെ നോക്കിയാല് നമുക്ക് ഡി എന്തായാലും അല്ല, കാരണം ഇത്രയും കട്ടുകൾ വരണില്ല ഇതിന്റെ ടോപ്പ് വ്യൂ നോക്കുമ്പോ. ഈ കട്ടൊന്നും വരണില്ല, അപ്പൊ ഡി അല്ല. പിന്നെ എയും അല്ല, കാരണം ഇവിടെ ഇങ്ങനത്തെ ഒരു ടോപ്പ് വ്യൂ ആണ് ഇവിടെ ഫോം ആവുക, പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു കട്ട് വരുന്നുണ്ട്, അപ്പൊ എ അല്ല. പിന്നെ ബി അല്ല, കാരണം ഇവിടെ ഈ ഒരു കട്ട്, അങ്ങനെ ഒരു കട്ട് ഇവിടെ ഇല്ല, ഒരൊറ്റ സ്ക്വയർ ആണ് ഇവിടെ ഉള്ളൂ, ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഇല്ല, അതുകൊണ്ട് ബിയും അല്ല. അപ്പൊ സി ഇസ് ദി ആൻസർ. ഓക്കെ, ഐ ഫൈൻഡ് എലിമിനേഷൻ മെത്തേഡ് ടു ബി മച്ച് മോർ സിംപ്ലർ. അതുകൊണ്ടാണ് ഞാൻ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എപ്പോഴും ചെയ്യുന്നത്. ബട്ട് everyone will have their own ways of solving it. ഓക്കെ, ഇതില് മനസ്സിലായിട്ടില്ല ഓർ മനസ്സിലായിട്ടില്ല? Okay, I hope it's clear. Next question. The 3D problem figure shows a view of an object. Identify the correct front view from amongst the answer figures looking in the direction of the arrow. ഇതിന്റെ ഫ്രണ്ട് വ്യൂ, ഈ 3D ഫിഗറിന്റെ ഫ്രണ്ട് വ്യൂ ആണ് വേണ്ടത്. ബി. ഡി. യെസ്, ഡി ആണ് ആൻസർ. ഇങ്ങനെ ഒരു കട്ടും ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് ഫസാഡ് കിട്ടും. എന്നിട്ട് അവിടെ ഈ ഒരു പോർഷൻ വരുന്നുണ്ട്, അപ്പൊ ഇതിനോട് പാരലൽ ആയിട്ട് ഇങ്ങനെ ഒരു കട്ട് വരും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ ഒരു കട്ടും ഇല്ലാത്ത ഒരു ഫ്രണ്ട് ഫസാഡ് കിട്ടും. പിന്നെ ഈ സ്ക്വയറിന്റെ കട്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിന്റെ മുകളില് വെരി പ്ലെയിൻ റെക്റ്റാങ്കിൾ, അതിന്റെ മുകളിൽ വന്നിട്ടുള്ള പിരമിഡൽ ഷേപ്പ്. ഓക്കെ, കിട്ടിയോ? സിയിൽ ഇതാ ഇവിടെ ഒരു കട്ടുണ്ട്, വിച്ച് ഇസ് നോട്ട് ഹിയർ. ബിയിൽ ഇവിടെ രണ്ട് കട്ടുണ്ട്, രണ്ട് പീസസ് ഉണ്ട്, വിച്ച് ഇസ് നോട്ട് ദർ ഇൻ ദി 3D. ആൻഡ് എ ഈസ് ടോട്ടലി ഡിഫറെന്റ്. എയിലെ ഫ്രണ്ട് ഫസാഡ് തന്നെ തെറ്റാ, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരുന്നുണ്ട്, ഇവിടെ അതില്ല. ഓക്കെ, സോ ഡി ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. ബി ആണ് ആൻസർ. കിട്ടിയില്ലേ? ശാല കോൾ ഔട്ട് സംബഡി എന്ന് ആരെയും വിളിച്ചു ചോദിച്ചിട്ടില്ല. Stefan, are you there? Yes. ഓക്കെ, ഇതെങ്ങനെയാണ് ഇതിന്റെ ആൻസർ കിട്ടുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 40. ആൻസർ എന്താ? ആൻസർ B. ബി ആണ് ആൻസർ. എ എന്തുകൊണ്ടല്ല? Because there's the അതിവിടെ ഇല്ല. സിയിലായാലും ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. വി ഹാവ് എ ക്ലീൻ ഫ്രണ്ട് ഫസാഡ് ഹിയർ. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഇല്ല. ആൻഡ് ഡിയില്
നമുക്ക് ഈ റെക്ടാങ്കിൾ ഡിഫൈൻഡ് ആയിട്ട് ഡിയിൽ കാണിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, മനസ്സിലാവണില്ലേ സ്റ്റെഫ്ലിൻ എങ്ങനെയാണ് സോൾവ് ചെയ്യണത്? Okay, fine. Thank you. Next question. Which one of the answer figures is the correct mirror image of the problem figure with respect to h sets? Then the mirror image. Eliminate ചെയ്യാൻ പറ്റുമോ? Yeah. Sorry. A. Yes, A ആണ് ആൻസർ. അതാരാ പറയണത്? എന്താ പേര്? Shraddha. Have you been answering all this way? Only the last two questions left. Yeah, then Okay. Okay, fine. A is the answer. അല്ല, നമുക്ക് വെരി ഈസിലി നമുക്ക് ഇത് അല്ല ഇത് മൂന്നും അല്ല എന്ന് പറയാൻ പറ്റും അല്ലെ? ബി അല്ലേ അല്ല. നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ഈ പോയിന്റ് തന്നെ നോക്കിയാൽ മതി. എയിൽ മാത്രമാണ് അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. ബിയിലല്ല, സിയിലും അല്ല, ഡിയിലും അല്ല. അതിന്റെ പ്രൊപ്പോർഷനിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? സോ ദിസ് ഇസ് ആക്ച്വലി ഈസി വൺ. 42, question number 42. The problem figure shows the top view of the object. Looking in the direction of the arrow, identify the correct elevation from amongst the answer figures. ഫോർഗ്രൗണ്ടിൽ വരുന്നത് ഏതാ, മിഡ് ഗ്രൗണ്ടിൽ വരുന്നത് ഏതാ, ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് ഏതാ? ഫോർഗ്രൗണ്ടിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? ഈസിലി ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ടെണ്ണം ഞാൻ കണ്ടുപിടിച്ചു. ഈസിലി ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആ രണ്ടെണ്ണം ഏതാ? B and C. യെസ്, ബി ആൻഡ് സി അല്ല. കാരണം ബിയിലത്തെ ഈ എലമെന്റും സിയിലത്തെ ഈ എലമെന്റും വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ബിയും സിയും അല്ല. അപ്പൊ എയും ഡിയിലും ഏതോ ആണ്. യെസ്, എ ഇസ് ദി ആൻസർ. ഡിയില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് വിച്ച് ഇസ് നോട്ട് പ്രസന്റ് ഹിയർ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആദ്യം ഫോർഗ്രൗണ്ടിൽ എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ആദ്യം എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോർഗ്രൗണ്ടിൽ എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് നോക്കാം. ഇത് ഒരു എലമെന്റ് ആണ്. 1, 2, 3 and 4. ഈ 4 എലിമെന്റ്സ് ആണ് വിത്തൗട്ട് എനി ഒബ്സ്ട്രക്ഷൻ നമുക്ക് ഫോർഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നത്. ആ 4 എലിമെന്റ്സ് ആണ് ഈ 4. ഓക്കെ, അത് കഴിഞ്ഞ് ഇതിന്റെ ബാക്കിലുള്ള എലിമെന്റ് ആണിത്. ആ കാണുന്ന എലിമെന്റ് ആണിത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ഇത് ഈ എലിമെന്റ് ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വി കൻ ഓൾസോ കൗണ്ട് ദി നമ്പർ ഓഫ് എലിമെന്റ്സ്. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 ടോട്ടൽ 10 എലിമെന്റ്സ് ഉണ്ട്. അത് ഇതിൽ കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതിൽ 10 എലിമെന്റ്സ് ഉണ്ട്. ബിയും സിയും നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്തു. ഇതിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എലിമെന്റ്സ് ഉണ്ട്. അപ്പൊ നാച്ചുറലി നമ്മളത് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, സോ there are various methods to solve this. ആ മെത്തേഡ്സ് ഒക്കെയാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. സോ whichever you find easier and whichever you find suitable according to your skills, use that. Solve this. ഏത് മെത്തേഡ് യൂസ് ചെയ്താലും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അതാണ് നമ്മൾ ഒബ്ജക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 43. Which one of the answer figures will complete the sequence of the 3 problems? പെട്ടെന്ന് ഇതിന്റെ ആൻസർ പറഞ്ഞേ. ഡി ആണ്. യെസ്, ഡി ആണ് ആൻസർ. ഇതാരാ പറഞ്ഞത്?
Ma'am, Mayukha. മയൂഖ ഇതെങ്ങനെ സോൾവ് ചെയ്തത്? Ma'am, semicircular figure. Appa adoru ഈ എലമെന്റ്. yes ma'am. ഓക്കെ, ഇതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നോക്കി Ade. അല്ലേ? യെസ്, ഗുഡ് ഗുഡ് മയൂഖ. ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോ നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ സർക്കിൾ ആണ് എനിക്ക് കുറച്ചുകൂടി സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഞാൻ സർക്കിള് മാത്രം നോക്കി, ബാക്കി എലമെന്റ്സ് നോക്കാണ്ട് സർക്കിള് മാത്രം മൂവ് ചെയ്യണത് നോക്കി. അപ്പോ സർക്കിളിന്റെ ഏറ്റവും നെക്സ്റ്റ് റിലേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞത് ഇതായിരുന്നു. പിന്നെ അത് മാത്രല്ല, നമ്മള് ആദ്യം സ്ക്വയർ ആയി, പിന്നെ ഡയമണ്ട് ആയി, പിന്നെയും സ്ക്വയർ ആയി. അപ്പൊ നെക്സ്റ്റ് എന്തായാലും ഒരു ഡയമണ്ട് ഷേപ്പ് തന്നെ ആവുള്ളൂ. ഓക്കെ, അപ്പൊ സി ക്യാൻസൽ ഔട്ട് ആയി. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ഫോക്കസ് ഓൺ എനി വൺ എലമെന്റ് ഓർ എനി വൺ ഫാക്ടർ ദാറ്റ് ഇസ് ദി മോസ്റ്റ് സ്ട്രൈക്കിംഗ് ടു യു. ഇപ്പൊ മയൂഖക്ക് സെമി സർക്കുലർ എലമെന്റ് ആയിരുന്നു. വാട്ട് സ്ട്രൈക്ക് മീ ദി മോസ്റ്റ് വാസ് ദി സർക്കിൾ. ഓക്കെ, next find out the total number of surfaces of the object given in the problem figure. Last question. Yes, I'm waiting for your answer. One, fourteen visible surfaces ഉണ്ട്. അതല്ലാണ്ട് ഹിഡൻ ആയിട്ടുള്ള സർഫേസസ് ഏതൊക്കെ? ഇവിടെ വരുന്നത്, ഈ വരുന്ന സർഫേസ് ഒരു ഹിഡൻ സർഫേസ് ആണ്, 15. അത് കഴിഞ്ഞത് ഇതിന്റെ ഈ ബാക്കിൽ വരുന്ന സർഫേസ് ഉണ്ട്, 16. പിന്നെ ഇതിന്റെ ബാക്കിൽ വരുന്ന സർഫേസ് ഉണ്ട്, 17. ആൻഡ് ദെൻ അറ്റ് ലാസ്റ്റ് ദി ബോട്ടം, 18. 18 ആണ് ആൻസർ. മനസ്സിലായോ? Simplest way is to you can do it in any ways, but what I find the most simpler, what I find more simpler is first count the seen surfaces. Visible ആയിട്ടുള്ള സർഫേസസ് ആദ്യം കൗണ്ട് ചെയ്യുക. അത് നമുക്ക് 14 ആണ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഹിഡൻ സർഫേസസ് കൗണ്ട് ചെയ്യുക. Never forget to count the bottom. That's the mistake most people tend to do. Bottom count ചെയ്യാൻ മറക്കും. അപ്പോൾ ബോട്ടം സർഫേസ് എപ്പോഴും കൗണ്ട് ചെയ്യുക എന്നുള്ളത്, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. Okay? And that's it for today. Are there any doubts regarding any question? No. Okay, I hope everything is clear. We'll see in the next class. Okay? Thank you, ma'am. Okay, thank you. Thank you, ma'am.